ലോകത്തിലെയും രാഷ്ട്രീയ നിരീക്ഷകർ അതീവ ശ്രദ്ധയോടെ കാണുന്ന വാർത്തയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ അംഗീകാര റേറ്റിംഗിന്റെ കണക്ക്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം പ്രസിഡൻഷ്യൽ പ്രചരണത്തിനിടയിൽ നടത്തിയ പുതിയ പൊതു അഭിപ്രായ സർവേയിൽ ട്രംപിന്റെ 100 ദിവസത്തെ അംഗീകാര റേറ്റിംഗ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. എന്താണ് ഇതിന് പിന്നിലെ കാരണം? ആർക്കാണ് ഇവിടെ അടിപതറിയത്? ട്രംപിനാണോ അതോ വിജയിപ്പിച്ച US ജനതയ്ക്കോ? പെന്യൂസ് ഗാലപ്പ് പോലുള്ള വിശ്വസനീയ സർവേ ഏജൻസികൾ നടത്തിയ സമാനമായ പോളുകൾ പ്രകാരം ട്രംപിന്റെ ഇപ്പോഴത്തെ പോസിറ്റീവ് അംഗീകാര നിരക്ക് 37% മുതൽ 39% വരെയാണുള്ളത്. മുൻപ് ഈ നിലയിലെത്തിയ ഏക പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ആയിരുന്നു. എന്നാൽ പ്രസിഡന്റിന്റെ റേറ്റിംഗ് അതിലും താഴെയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ രണ്ടാം വട്ടം പ്രസിഡന്റ് ആകാൻ ശ്രമിക്കുന്ന ട്രംപിന് ഈ റേറ്റിംഗ് വലിയ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നതും. സ്വതന്ത്ര വോട്ടർമാരുടെയും മാസ് വോട്ടർമാരുടെയും പിന്തുണ നിലനിർത്താൻ ഈ ഒരു കണക്ക് ഒട്ടും അനുകൂലമല്ല. എന്നാൽ ട്രംപിന്റെ കഠിനമായ ആധാര വോട്ട് ബേസ് ഇതിലൂടെ പലപ്പോഴും സ്വാധീനിക്കപ്പെടുന്നില്ലെന്നും മുൻഗണനാക്രമണത്തിലുള്ള വിഷയങ്ങൾ പോലുള്ള ഇവർ ഇതിനെക്കുറിച്ച് പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നില്ലെന്നും ചില വിലയിരുത്തലുകൾ പറയുന്നു. ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യ 100 ദിവസങ്ങൾക്കുള്ള അംഗീകാര നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്നതായാണ് CNN പോളിൽ വ്യക്തമാക്കുന്നത്. താരിഫ് വർധന, ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻഫ്ലേഷൻ, നയങ്ങളുടെ പിൻവലിക്കൽ, വിദേശ നയത്തിൽ അക്രമാത്മക നിലപാടുകൾ തുടങ്ങിയവയാണ് ജനപിന്തുണയെ പ്രതികൂലമായി ബാധിച്ചതെന്ന് സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൂടാതെ പോളിനനുസരിച്ച് ട്രംപിന്റെ ഇപ്പോഴത്തെ അംഗീകാര നിരക്ക് 39% പരിമിതമാണ്. അതായത് മോശം സാമ്പത്തിക മാനേജ്മെന്റ്, വംശീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾ, അപ്രതീക്ഷിതമായ നയപരമായ പ്രഖ്യാപനങ്ങൾ എന്നിവയും ഈയൊരു കുറവിന് കാരണമാകുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെരിവാർന്ന ട്രേഡ് താരിഫുകളും വൈവിധ്യ സംരക്ഷണ നടപടികളിലെ പിൻവലിച്ച നിലപാടുകളും യുവജനങ്ങളിലും ന്യൂനപക്ഷങ്ങളിലും വലിയ നിരാശ ഉണർത്തിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണുന്നുണ്ട്. കൂടാതെ ട്രംപ് അധികാരത്തിൽ കയറി നടപ്പിലാക്കിയ ആദ്യ 100 ദിവസത്തെ പ്രകടനത്തെ അമേരിക്കക്കാർ അങ്ങേയറ്റം നെഗറ്റീവായിട്ടാണ് കാണുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പോളിലെ കണക്കുകൾ പറയുമ്പോൾ ട്രംപിന്റെ 41% എന്ന അംഗീകാര റേറ്റിംഗ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനും ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും താഴ്ന്നതാണെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ ട്രംപിന്റെ അംഗീകാര റേറ്റിംഗ് 4 പോയിന്റും ഫെബ്രുവരിയിൽ താരതമ്യപ്പെടുത്തിയാൽ 7 പോയിന്റും കുറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വോട്ടെടുപ്പിൽ പങ്കെടുത്തവരിൽ വെറും 22% പേർ മാത്രമാണ് ട്രംപിന്റെ പ്രസിഡന്റായുള്ള ജോലി കൈകാര്യം ചെയ്യുന്നത് ശക്തമായി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞത്. അതേസമയം 45% പേർ അദ്ദേഹത്തിന്റെ ജോലിയെ ശക്തമായി എതിർക്കുന്നു എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതും. എന്നാൽ ഇതൊരു ഗൗരവകരമായ ജനാധിപത്യ പ്രതിഫലനമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപ് ആഗോള താരിഫുകൾക്കെതിരായ യുദ്ധം അഴിച്ചുവിടുകയും US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തിരുന്നു. തുടർന്ന് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കൽ, പനാമ കനാൽ തിരിച്ചുപിടിക്കൽ, കാനഡയെ US-ന്റെ 51ാമത് സംസ്ഥാനമാക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ട്രംപ് കൈകടത്തിയിരുന്നു. ഇത് പൗരന്മാർക്കിടയിൽ മാത്രമല്ല ലോക നേതാക്കൾക്കിടയിൽ തന്നെ വലിയ ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്തു. അതേസമയം മാർച്ച് മുതൽ സ്ത്രീകൾക്കും ഹിസ്പാനിക് അമേരിക്കക്കാർക്കുമിടയിൽ ട്രംപിന്റെ അംഗീകാര റേറ്റിംഗ് 7% കുറഞ്ഞതായാണ് റിപ്പോർട്ട് പറയുന്നത്. പ്രത്യേകിച്ച് DEI വിരുദ്ധ പരിപാടികൾക്കുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവെച്ചതിന് ശേഷമാണ് കുറഞ്ഞതെന്നും പോളിൽ വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രകാരം മാർച്ചിൽ അദ്ദേഹത്തിന്റെ അംഗീകാര റേറ്റിംഗുകൾ സ്ത്രീകൾക്കിടയിൽ 36%, ഹിസ്പാനിക് അമേരിക്കക്കാർക്കിടയിൽ 28% ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാർച്ച് ആദ്യം മുതൽ താരിഫ് പദ്ധതികൾ നടപ്പിലാക്കിയതോടെ സാമ്പത്തിക വിഷയങ്ങളിൽ ട്രംപിന്റെ അംഗീകാര റേറ്റിംഗുകൾ കുത്തനെ ഇടിഞ്ഞു. കൂടാതെ ഈ തീരുമാനങ്ങൾ ഓഹരി വിപണിയെ ബാധിക്കുകയും വിലകയറ്റത്തെക്കുറിച്ചുള്ള രാജ്യമെമ്പാടുമുള്ള പൗരന്മാരെ ഏറെ ആശങ്കപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൂടാതെ ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആകാനുള്ള ശ്രമത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ഈ കുറവുള്ള അംഗീകാര നിരക്ക് അദ്ദേഹത്തിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കുമുള്ള വലിയ രാഷ്ട്രീയ വെല്ലുവിളികൾ ഉയർത്തുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പൊതുജന പിന്തുണയിൽ കാണുന്ന ഈ താഴ്ന്ന നില ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കനത്ത തിരിച്ചടിയായേക്കാം. പ്രത്യേകിച്ച് സ്വിംഗ് സ്റ്റേറ്റുകളിലോ ഇൻഡിപെൻഡന്റ് വോട്ടർമാരിലോ പ്രതീക്ഷിക്കുന്ന വളർച്ചയും ആകർഷണ ശക്തിയും നഷ്ടമാകുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നതും. നിലവിലെ ജനാധിപത്യ തെരഞ്ഞെടുപ്പുകൾ ഏറ്റെടുക്കുന്ന രാഷ്ട്രീയ ഭൗതികതയിൽ ശക്തമായ ഈ നിലപാടുകൾ ഉൾക്കൊള്ളുന്നവരാണ് വിജയം കൈവരിച്ചിട്ടുള്ളത്. എന്നാൽ ട്രംപ് തുടരുന്നത് ഒരു ഭിന്നതയ്ക്ക് വഴിവെക്കുകയാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ഇതിന്റെ ഫലം
ഫലമായി ന്യൂനപക്ഷങ്ങൾ, യുവജനങ്ങൾ, സ്ത്രീകളുടെ വോട്ടുകൾ എന്നിവയിൽ പാളിയേക്കാമെന്ന കണക്ക് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധരും മുന്നോട്ട് വയ്ക്കുന്നത്.